ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്ഥപിതാവാം ദൈവമേ, അവിടുത്തെ പാതാരബന്ധങ്ങളിലേക്ക് അടിയങ്ങൾ കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ മുഖാന്തരങ്ങൾക്കടങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന മത്സരാർത്ഥികളോർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയോടുകൂടി ഇതിൽ പങ്കെടുക്കുവാൻ സഹായിക്കണമേ. ഇവിടുത്തെ എല്ലാവിധമായ സജ്ജീകരണങ്ങളോടും ക്രമീകരണങ്ങളോടും കൂടി ഇരിക്കണമേ. ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടെല്ലാം റെക്കോർഡ് ചെയ്യുവാനും സംപ്രേഷണം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശു അവിടുത്തെ നാമം ഉയർത്തപ്പെടുവാനും അവിടുത്തെ വചനത്തിൻ്റെ മഹത്വവും മഹിമയും മനസ്സിലാക്കുവാനും ഇത് മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴാങ്ങലെ കൊണ്ട് ശുശ്രൂഷിപ്പാൻ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണമെന്ന് യേശു അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ഈ ക്രിസ്ത്യൻ ഗ്രൗണ്ട് 23 മെഗാ ബൈബിൾ ക്വിസിൻ്റെ 4ാമത്തെ സ്റ്റേജിലേക്കാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഈ സ്റ്റേജിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്തു. ഇത് നമ്മുടെ അന്തിമ റൗണ്ടുകളിലേക്കുള്ള ഒരു വാതായനമാണ്. വളരെ പ്രധാനപ്പെട്ട സ്റ്റേജാണ്. എന്നാൽ മുൻ സ്റ്റേജുകളെ പോലെ തന്നെയുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആദ്യമേ നമുക്കുള്ളത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അത് ആരംഭിക്കുന്നത് റിൻസിൽ നിന്നായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം. റൈറ്റ്. അടുത്ത റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അത് ആരംഭിക്കുന്നത് വിജയ സൈമണിൽ നിന്നായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം 3 ചോദ്യങ്ങൾ. മാർക്സ് ശരിയായ മറുപടിക്ക് 5 മാർക്ക്, തെറ്റായ മറുപടിക്ക് -1 മാർക്ക്. ഉത്തരമില്ലെങ്കിൽ മാർക്കൊന്നും നഷ്ടമാവുകയില്ല. മൂന്നാമതായിട്ട് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. ബൈബിൾ ചരിത്രത്തെയും ക്രിസ്ത്യൻ ചരിത്രത്തെയും ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അത് ആരംഭിക്കുന്നത് ബ്യൂല ജോസഫിൽ നിന്നായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ചോദ്യമായിരിക്കും ലഭിക്കുന്നത്. ബൈബിൾ ബമ്പർ റൗണ്ടിലാണ് വ്യതിയാനമുള്ളത്. ആദ്യത്തെ 2 സ്റ്റേജുകളിൽ ആദ്യത്തെ ചോദ്യത്തിന് 2 മാർക്കും രണ്ടാമത്തെ ചോദ്യത്തിന് 3 മാർക്കുമായിട്ട് 2 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നാം 3ാമത്തെ സ്റ്റേജിൽ വന്നപ്പോൾ അത് മാറ്റിയിട്ട് 2 ചോദ്യങ്ങൾക്ക് 5-5 മാർക്ക് ഇതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ സ്റ്റേജിൽ പങ്കെടുത്ത ചില സഹോദരങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ബൈബിൾ ബമ്പർ റൗണ്ടിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയണം. കാരണം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ആഗ്രഹം കൂടുതൽ ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഓരോരുത്തർക്കും ഓരോ ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ മറ്റടുത്തിരിക്കുന്നവർക്ക് ആൻസർ അറിയാം, പക്ഷേ എങ്കിൽ പറയാനുള്ള സൗകര്യവും സാഹചര്യമില്ല. അപ്പോൾ ഇവിടെ പൊതു ചോദ്യമായിട്ട് ബസർ അമർത്തുമ്പോൾ അറിയാവുന്നവർക്ക് ആദ്യമേ ബസർ അമർത്താം. എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു സാവകാശം ഉത്തരം പറയാൻ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പലരുടെയുമായിട്ട് അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് നാം ബൈബിൾ ബമ്പർ റൗണ്ടിൽ 5 ചോദ്യങ്ങളാണ് നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം. ഉത്തരം അറിയാമെങ്കിൽ ഉടൻ ബസർ അമർത്തുക. ആദ്യം ബസർ അമർത്തുന്നവർക്ക് അവസരം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ബസർ അമർത്തുമ്പോൾ മുന്നിൽ ലൈറ്റ് പ്രകാശിക്കും. അഥവാ ഞാനത് മിസ് ചെയ്യുകയാണെങ്കിൽ അത് മിസ് ചെയ്യാതിരിക്കാൻ തക്കോണം 2 പേരെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവർ സൂക്ഷ്മമായിട്ട് ആരാണ് അമർത്തിയതെന്ന് പറയും. അപ്പോൾ ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. അവർക്കും പിടികിട്ടാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ വേറെ 2 പേരെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ വിദഗ്ധമായിട്ടാണ് ബൈബിൾ ബമ്പർ റൗണ്ട് ക്രമീകരിച്ചിരിക്കുന്നത്. റൈറ്റ്. അടുത്തതെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ റൗണ്ടാണ്. അതായത് വോയിസ് ഓഫ് ടൈംസ്, കാലഘട്ടത്തിൻ്റെ ശബ്ദം എന്നുള്ള ആ റൗണ്ടിൽ ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്. 7 മാർക്കാണ് അതിന് ലഭിക്കുന്നത്.
പ്രസംഗിക്കുവാനുള്ള സമയം 7 മിനിറ്റാണ്. 6 മിനിറ്റ് കഴിയുമ്പോൾ വാർണിംഗ് ബെൽ ലഭിക്കും. എന്നിട്ട് 7 മിനിറ്റ് ആകുമ്പോൾ പ്രസംഗം പൂർണ്ണമാണ്. വാർണിംഗ് ബെല്ലിന് മുൻപ് പ്രസംഗം നിർത്തുകയാണെങ്കിൽ മാർക്ക് കുറയും. ഏറ്റവും മിനിമം 6 മിനിറ്റ് പ്രസംഗിക്കണം. 7 മിനിറ്റിൽ കൂടുതൽ പ്രസംഗിച്ചാലും അത് അധിക പ്രസംഗമായിട്ട് മാറും. അപ്പോൾ അവിടെയും മാർക്കുകൾക്ക് കുറവ് വരും. അതുകൊണ്ട് 6നും 7നും ഇടയ്ക്ക് അത് ഈസിയാണ്. 6നും 7നും ഇടയ്ക്ക് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ ബെല്ല് കഴിയുമ്പോൾ ഒരു 10-20 സെക്കൻഡ് വൈൻഡപ്പ് ചെയ്താൽ മതി. ഓൾറൈറ്റ്. അപ്പോൾ അതാണ് വോയിസ് ഓഫ് ടൈംസ് അല്ലെങ്കിൽ കാലഘട്ടത്തിൻ്റെ ശബ്ദം എന്ന റൗണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. സംശയം എന്തെങ്കിലുമുണ്ടോ? ഒരു സംശയമില്ല. വോയിസ് ഓഫ് ടൈം റൗണ്ടിൽ ഏതെങ്കിലും ബൈബിളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിപ്പോ വയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാമോ? അല്ലാതെ ഞാൻ പ്രസംഗത്തിൻ്റെ ഒരു രീതി, പ്രസംഗ മത്സരങ്ങളുടെ രീതി പറയുകയാണ്. പ്രസംഗ മത്സരത്തിൽ റെഫറൻസ് ബുക്ക് ആദ്യം തുറന്ന് നോക്കാറില്ല, പറയാറുമില്ല, തുറന്ന് വായിക്കാറില്ല. ആത്മീയമായിട്ടുള്ള പള്ളി പ്രസംഗങ്ങൾക്കും അതുപോലെ സൂക്ഷിക്കാതെ നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കുന്നത് അതില്ല. പിന്നെ കുറിപ്പ് പോയിൻ്റ് നോക്കിക്കഴിഞ്ഞ് പ്രസംഗിക്കുകയാണെങ്കിൽ അതിന് മാർക്ക് കുറയും. ഇല്ലയെന്ന് പറയുന്നില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ നോക്കി വായിക്കുന്നത് ഉപന്യാസമായിട്ട് മാറും, പ്രസംഗമായിട്ട് കണക്കാക്കിയില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് നോക്കി ഒരു പോയിൻ്റ് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ അതേ തന്നെ നോക്കിക്കൊണ്ട് പ്രസംഗിച്ചാൽ തീർച്ചയായിട്ടും പോയിൻ്റ് പറയും. കാരണം അത് പ്രസംഗമല്ലാതെ മാറും. ഞാൻ പ്രസംഗത്തിൻ്റെ തത്വം പറയും, ഇവിടെയല്ല, എവിടെയായാലും ഒരു പ്രസംഗ മത്സരത്തിൻ്റെ തത്വമാണ് പറഞ്ഞത്. ശരിയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ തീരെ നിവൃത്തിയില്ല, മറന്നുപോയില്ലെങ്കിൽ തുറന്നു നോക്കല്ല, വേറെ നിവൃത്തിയുമില്ല. അങ്ങനെയുള്ളൊരു ചെറിയ പ്രയാസമുണ്ട്. അപ്പോൾ സാരമില്ല, ആദ്യത്തെ ഒരു ടീച്ചിങ് അവിടെ ഉള്ളൂ, ഇതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആ റൗണ്ടോടുകൂടി നമ്മുടേതായിട്ടുള്ള എപ്പിസോഡിൽ എൻ്റെ ഫൈനൽസിൽ എത്തും. ബൈബിൾ ബോംബ് ആവശ്യം കൊണ്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ സംശയങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്കോർ കീപ്പേഴ്സും ജഡ്ജസിനെ പരിചയപ്പെടുത്താം. മിസ്റ്റർ രാജീവ് വർഗീസ് നിങ്ങൾക്ക് പരിചയമുണ്ട്. എൻ്റെ പ്രിയ പത്നിയും കൂട്ടുകാരക്കാരിയുമാണ്. ഈ സുശ്രീല എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. അടുത്തായിട്ടുള്ളത് മിസ്സസ് വിജി സാറ, കഴിഞ്ഞ 28 വർഷമായിട്ട് എൻ്റെ സുശ്രീനോടൊപ്പം പ്രവർത്തിക്കുന്നു. ഷാർജയിലുണ്ടായിരുന്നു, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നു. നമ്മുടെ ബൈബിൾ മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇൻ്റർനാഷണൽ ബൈബിൾ തീം പാർക്കിൻ്റെ മാനേജരായിട്ട് പ്രവർത്തിക്കുന്നു. മിസ്സസ് വിജയെ ഞാൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തുള്ള എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് എനിക്ക് പരിചയപ്പെടുത്തുവാനുള്ളത് നമ്മുടെ മത്സരാർത്ഥികളെയാണ്. ദയവേത്. ഞാൻ റെൻസി ഷിബു, കൊല്ലം ജില്ലയിലെ ഈസ്റ്റ് ഏലടയിൽ നിന്ന് വരുന്നു. MG യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വീട്ടിൽ ഹസ്ബൻഡ് 3 കുട്ടികളുമുണ്ട്. എൻ്റെ പേര് ബ്യൂല ജോസഫ്. തിരുവനന്തപുരം ജില്ലയിൽ പൗടിക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. വീട്ടിൽ ഹസ്ബൻഡും മോനും ഉണ്ട്. ഞാൻ വിജയ സൈമൺ, കവടിയ ടൗൺ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ നിന്ന് വരുന്നു. ഹസ്ബൻഡിന് 2 മക്കളുമുണ്ട്. 2 പേരും കുടുംബസ്ഥരാണ്. അടുത്തതായിട്ട് പ്രേക്ഷകരായ നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തു. ദൈവത്തിൻ്റെ നാം ഉയർത്തപ്പെടുവാനും ദൈവവചനത്തിൻ്റെ മഹത്വം മനോരത്വവും മനസ്സിലാക്കി കൊടുക്കുവാനും എളിയ ശുശ്രൂഷ മുഖാന്തരമാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യം പ്രിൻസി ഷിബുവിനോടാണ്. ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഉപചോദ്യങ്ങൾ കഴിഞ്ഞ ശേഷം മാത്രമേ ഉത്തരം നൽകുവാൻ ആരംഭിക്കാവൂ. ഓൾറൈറ്റ്, റെഡി? കർമ്മേലിൽ ഏലിയാവിൻ്റെ അപേക്ഷ കേട്ട് ദൈവം എത്ര അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു? 3 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഉത്തരം തെറ്റാണ്. യെസ്, -1 ഫോർ എൻസി ഷിബു. സെക്കൻഡ് ബ്യൂല ജോസഫ്. 2 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഏതാണ് 2 അത്ഭുതങ്ങൾ? തീ ഇറക്കിയത്, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി, മഴ പെയ്ച്ചു. 2 സ്വർഗത്തിൽ നിന്ന് മഴ പെയ്ച്ചു. ഉത്തരം വളരെ ശരിയാണ്. സോ 4 മാർക്സ് ഫോർ ബ്യൂല ജോസഫ്. റൈറ്റ്. -1 ഫോർ എൻസി ഷിബു.
റിൻസി ഷിബു ഏതാണ് ഈ മൂന്നാമത്തെ അത്ഭുതം ചിന്തിച്ച്? അല്ല, ഞാനിവിടെ അറിഞ്ഞിരിക്കാനാ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. 2 അത്ഭുതങ്ങളാണ് പ്രവർത്തിച്ചത്. ഓൾറൈറ്റ്. രണ്ടാമത്തെ ചോദ്യം ബ്യൂല ജോസഫിനോടാണ്. 3 വർഷം ചെരുപ്പിടാതെയും നഗ്നനായും നടന്ന പ്രവാചകനാര്? യെശയ്യാവ്. ഉത്തരം ശരിയാണ്. 5 മാർക്സ് ഫോർ ബ്യൂല ജോസഫ്. അടുത്തതായിട്ട് വിജയ സൈമനാണ്. ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾക്ക് ആദ്യത്തെ രാജാവ് ആരായിരുന്നു? ഇസ്രായേലും യഹൂദയും വേർപിരിഞ്ഞ ശേഷം 10 ഗോത്രങ്ങൾക്ക് ആദ്യമേ രാജാവായത് ആരാണ്? രഹബയാം. ഉത്തരം വളരെ തെറ്റാണ്. -1 മാർക്ക് ഫോർ വിജയ സൈമൺ. നെക്സ്റ്റ് റിൻസി ഷിബു അല്ലേ? യോരോബയാമാണ് ശരിയായ മറുപടി. So 4 marks for റിൻസി ഷിബു. Right. So that brings us to the close of Old Testament round. പഴയ നിയമ റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. Will you please give the marks card? Mrs. Rinshe Shubhu, 3 marks. Mrs. Rinshe Shubhu, 3 marks. Mrs. Beulah Joseph, 9. Mrs. Beulah Joseph, 9 marks. Mrs. Vijaya Simon, -1. Miss Vijaya Simon, -1. അടുത്തതായിട്ട് നാം പോകുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടിലേക്കാണ്. വളരെ ലളിതമായ ചോദ്യമാണ്. ഇപ്പോൾ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം. റൈറ്റ്. ലുസ്ത്രയിലെ ജനങ്ങൾ ബുധൻ എന്ന് വിളിച്ചത് ആരെയായിരുന്നു? അതിൻ്റെ കാരണം എന്തായിരുന്നു? പൗലോസിനെയാണ് ബുധൻ എന്ന് വിളിച്ചത്. ഞാൻ സമ്മതിക്കുന്നു. അതിൻ്റെ കാരണം എന്തായിരുന്നു? Two marks for വിജയ സൈമൺ. അടുത്തത് ബ്യൂല ജോസഫ്. പൗലോസ് മുഖ്യ പ്രാസംഗികനാകയാൽ പൗലോസിനെ ലുസ്ത്രയിലെ ജനങ്ങൾ ബുധൻ എന്ന പേർ വിളിച്ചു. -1 മാർക്ക് ഫോർ ബ്യൂല ജോസഫ്. റിൻസി ഷിബു. പാസ്. മുഖ്യപ്രാസംഗികനായതുകൊണ്ടല്ല. അമ്മയുടെ ഗർഭാശയം മുതൽ മുടന്തനും നടന്നിട്ടില്ലാത്തവനുമായ ഒരു വ്യക്തിയെ നടത്തി. അത് അത്ഭുതം കണ്ട് ഇവർ ദൈവങ്ങളാണെന്ന് പറഞ്ഞു. ദൈവങ്ങളുടെ പേര് കൊടുത്തു. ബുധൻ എന്ന പേര് പൗലോസിനും ഇന്ദ്രൻ എന്ന പേര് ബർണബാസിനും കൊടുത്തു. അതിൻ്റെ കാരണം അമ്മയുടെ ഗർഭാശയം മുതൽ നടക്കാതിരുന്നെന്ന് പറയുമ്പോൾ മുടന്തനായ ഒരു മനുഷ്യനെ നടത്തി. അതാണ് കാരണം. ഒരാൾ മുഖ്യപ്രാസംഗികനായതുകൊണ്ട് ഒരാളെ കയറി പിന്നെ ബുധനെന്നും മറ്റൊരുത്തനെ ഇന്ദ്രനെന്നും വിളിക്കുകയില്ല. അപ്പോൾ പൗലോസ് വസ്ത്രം കീറി. മനസ്സിലായില്ല? ദാറ്റ് ഇസ് ദ റീസൺ. ഓൾ റൈറ്റ്. സോ -1 മാർക്ക് ഫോർ ബ്യൂല ജോസഫ്. വേറെ ആരും മറുപടി പറഞ്ഞില്ല. രണ്ടാമത്തെ ചോദ്യം ബ്യൂല ജോസഫിനോടാണ്. മൂസയിലെത്തിയ പൗലോസിനെ ഏത് സ്ഥലത്ത് പോകരുതെന്നാണ് യേശുവിൻ്റെ ആത്മാവ് വിലക്കിയത്? മൂസയിലെത്തി ഒരു സ്ഥലത്തേക്ക് പോകരുതെന്ന് പറഞ്ഞ് പ്രത്യേകം വിലക്കി. -1 മാർക്ക് ഫോർ ബ്യൂല ജോസഫ്. യെസ് റിൻസി ഷിബു. യെസ് വിജയ സൈമൺ. എന്നെ കൊണ്ട് വെറുതെ -മാർക്ക് ഒരിക്കലും. ബിദുന്യ മറന്നുപോയോ? ബിദുന്യ ഓർമ്മയില്ല. പിന്നെന്താ പറയാത്തത്? ഓൾ റൈറ്റ്. സോ -1 മാർക്ക്. മറ്റാരും ഒരു മറുപടി തരികയില്ല. ഞാൻ സാരമില്ല, ഇനിയുണ്ട്. മൂന്നാമത്തെ ചോദ്യം ഈസ്റ്റ് കല്ലട റിൻസി ഷിബു. റൈറ്റ്. കൂടെ ഉപവസിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നതായി പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്ര കൂട്ടർ? അവരാരെല്ലാം? എത്ര കൂട്ടർ എന്ന് പറഞ്ഞാൽ 5, 6, 7 അങ്ങനെ എത്ര കൂട്ടരെ കുറിച്ചാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം എത്ര കൂട്ടർ? അവരാരെല്ലാമാണ്? പാസ്. യെസ് വിജയ സൈമൺ. രണ്ട് കൂട്ടർ. രണ്ട് കൂട്ടർ. ഹെരോദാവിന്റെ
യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും. എക്സാക്ട്ലി. യോഹന്നാൻ്റെ ശിഷ്യന്മാർ, പരീശന്മാരുടെ ശിഷ്യന്മാർ. ഓൾറൈറ്റ്. സോ ഷീ ഗെറ്റ്സ് 4 marks, റൈറ്റ്? യാ. അങ്ങനെ നമ്മുടെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട് വലിയ പരുക്കുകളില്ലാതെ അവസാനിക്കുന്നു. വിൽ യു പ്ലീസ് റൗണ്ട് സം മാർക്സ്, മിസ്സസ് വിജയ? Rensi Shibu nil. റിൻസി ഷിബു നിൽ. Viola Joseph 2. വില ജോസഫ് 2. And Vijaya Simon gets 2. And Vijaya Simon gets 2. Right. So next is the Christian focus round, starting with Beulah Joseph. റിവൈസ്ഡ് വേർഷൻ എന്ന ബൈബിളിൻ്റെ മൂല പരിഭാഷ ഏത്? പാസ്. വിജയ സൈമൺ? പാസ്. റെൻസി? KJV. Exactly the same mark, 4 marks. KJV. Very good, very good. ഇതിനിപ്പം വിജയ സൈമൺ മാർക്ക് ലഭിക്കും. അടുത്ത ചോദ്യമാണ്. റെഡി ആയിട്ടിരുന്നു മാർക്ക് വാങ്ങിക്കാൻ? റെഡിയാണോ? യെസ്. എൽക്കാനയുടെ ഭാര്യമാർ ആരെല്ലാം? ഹന്ന, പെനിന്ന. 5 മാർക്ക് വാങ്ങിച്ചോളൂ. 5 marks. You are also going to get the marks. റെഡിയാണോ? ദൈവത്തോടൊപ്പം നടന്ന രണ്ടാമത്തെ വ്യക്തി ആര്? ഏലിയാവ്. -1 mark for റിൻസി ഷിബു. അടുത്ത ഇങ്ങനെ വരുമ്പോഴാണ് അടുത്ത ബ്യൂലയ്ക്കാണ്. നോഹ. 4 marks for ബ്യൂല. ഏലിയ പിന്നില്ലയോ നടക്കാൻ തുടങ്ങി? റൈറ്റ്. സോ that brings us to the close of the Christian focus round. Will you please announce the marks? Mrs. Rinsi Shibu, 3 marks. Mrs. Rinsi Shibu, 3 marks. Beulah Joseph, 4. Beulah Joseph gets 4 marks. And Mrs. Vijaya Simon, 5. Mrs. Vijaya Simon, 5. Right. All right. So next is the Bible bumper round. Hands on your buzzers. Ready ആണല്ലോ? ഇവിടെ നോക്കിക്കോണം. All right. Everybody watching. Okay. ഗിരിപ്രഭാഷണത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരെ കർത്താവ് എന്താണ് വിളിക്കുന്നത്? യെസ് ബ്യൂല. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആണോ? എനിക്ക് സംശയമുണ്ടല്ലോ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്റ്റോപ്പ്. യെസ് വിജയ പറയൂ. ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. -1 mark for Beulah Joseph and 2 marks for Vijaya Simon. Right? All right. Okay. All eyes on the buses. Your hands on the buses. Ready? രണ്ടാമത്തെ ചോദ്യം. നെഹമ്യാവ് യെരൂശലേമിന്റെ മതിൽ പണി പൂർത്തിയാക്കി എത്ര ദിവസം കൊണ്ട്? യെസ് ബ്യൂല. 52 ദിവസം കൊണ്ട്. ഉത്തരം ശരിയാണ്. 3 marks for Beulah Joseph. അടുത്ത ചോദ്യം. ശലോമോൻ ദേവാലയ പണി പൂർത്തിയാക്കിയത് എത്ര വർഷം കൊണ്ടാണ്? 7 സംവത്സരം കൊണ്ട്. 7 വർഷം കൊണ്ട്. ഉത്തരം ശരിയാണ്. 3 marks for Beulah Joseph. അശൂർ രാജാവായ സെൻഹരീബിനെ വാൾ കൊണ്ട് കൊണ്ടത് ആരായിരുന്നു? അദ്ദേഹത്തിന്റെ മക്കളായ അദ്രമേലക്കും ശരേസരും. ഉത്തരം ശരിയാണ്. 3 marks for Beulah Joseph. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ശ്രദ്ധാപൂർവം മറുപടി പറയേണ്ട ഒരു ചോദ്യമാണിത്. തിരുവചനത്തിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ വൃക്ഷം ഏത്? യെസ് റിൻസി. അത്തിവൃക്ഷം. ഉത്തരം വളരെ ശരിയാണ്. 3 marks for റിൻസി. ചിലരൊക്കെ കയറി പറയും ജീവൻ്റെ വൃക്ഷമാണ്. അല്ല, അത്തിവൃക്ഷമാണ്. അത്തിവൃക്ഷമാണെന്ന് എങ്ങനെ പറയാൻ പറ്റി? ഏതോ ഗൈഡിൽ നിന്ന് വായിച്ചതാണോ അതോ എൻ്റെ കാര്യം എന്താണെന്ന് കാരണം കാണുമല്ലോ. അത്തിയില കൂട്ടിക്കെട്ടി ആദാമിനും ഹവ്വയ്ക്കും വസ്ത്രങ്ങൾ ഉണ്ടാക്കി. യെസ്, അതാണ് എൻ്റെ കാരണം. ആദാം ഹവ്വ ഇട്ടിരുന്നത് അത്തില കൊണ്ടുള്ള വസ്ത്രമായിരുന്നു. റൈറ്റ്. സോ അത്തിവൃക്ഷമാണ് അത്തിവൃക്ഷം. 3 marks for റിൻസി ഷിബു. ബ്യൂലയ്ക്ക് മറുപടി അറിയാമായിരുന്നെങ്കിലും ഇപ്രാവശ്യം ഇച്ചിരി ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് തെറ്റിപ്പോയി. റൈറ്റ്. ദാറ്റ് ബ്രിങ്സ് us to the close of the Bible bumper round. Will you please give the mark list?
Rensi Shibu 3 marks. Rensi Shibu 3 marks. Viola Joseph 8 marks. Viola Joseph 8 marks. Vijaya Simon get 2 marks. Vijaya Simon get 2 marks. Right? That brings us to the end of the Bible bumper round. അടുത്തതായിട്ട് വോയിസ് ഓഫ് ടൈംസ്. പ്രസംഗത്തിൻ്റേതായിട്ടുള്ള റൗണ്ടാണ്. ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യശുശ്രൂഷ പങ്ക് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് 7 മിനിറ്റുള്ള പ്രസംഗമാണ്. 6-ാം മിനിറ്റിൽ വാണിംഗ് ബെൽ ഉണ്ടാവും. 7-ാം മിനിറ്റിൽ ഫൈനൽ ബെല്ലും ഉണ്ടാവും. ഇപ്പോൾ ആ റൗണ്ട് ആരംഭിക്കുകയാണ്. ആദ്യത്തെ പ്രസംഗം മിസസ് റിൻസി ഷിബു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എനിക്ക് ഇന്നിവിടെ സംസാരിക്കാനായിട്ട് തന്നിരിക്കുന്ന വിഷയം ആധുനിക ക്രിസ്തീയ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സഭകളിൽ സാക്ഷ്യത്തിൻ്റെ പങ്ക് എന്നുള്ളതാണ്. നാം ക്രിസ്തീയ സമൂഹത്തിൻ്റെ തുടക്കം മുതൽ നോക്കിയാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ യേശുക്രിസ്തു താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുന്നായിട്ട് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്ന ഒരു ആഹ്വാനം കാണാനായിട്ട് സാധിക്കും. ആകയാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന് ശേഷം യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് നാം അവിടെ വായിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എത്തുമ്പോഴേക്കും യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ലോകമെങ്ങും സാക്ഷികളാവണം, അല്ലെങ്കിൽ എൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസ്താവിക്കണമെന്ന് എല്ലാ സുവിശേഷങ്ങളുടെയും അവസാന അധ്യായങ്ങളിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നതായിട്ട്, അല്ലെങ്കിൽ അവരെ ആഹ്വാനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തെ ദ ഗ്രേറ്റ് കമാൻഡ്മെൻ്റ് എന്ന് തന്നെയാണ് വേദപുസ്തക വിദഗ്ധന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സാക്ഷികളാകുവീൻ, എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു വലിയ ആഹ്വാനത്തിൻ്റെ പിന്തുടർച്ചയാണ് നാമും ഇന്ന് ആയിരിക്കുന്ന ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം എടുത്താലും മാർക്കോസിൻ്റെ സുവിശേഷം എടുത്താലും യോഹന്നാൻ്റെ സുവിശേഷം എടുത്താലും എല്ലാത്തിലും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള ശിഷ്യന്മാരോടുള്ള എല്ലാ കൂട്ടായ്മകളിലും യേശുക്രിസ്തു അവരെ ഉത്ബോധിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സാക്ഷികളാകുവിൻ എന്നുള്ളത്. ഇവിടെ നാമും ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുമ്പോൾ നാമും സാക്ഷികളായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു എഴുതപ്പെട്ട ഒരു സുവിശേഷത്തിൽ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു സഭയായിട്ട്, അല്ലെങ്കിൽ ലോകത്തിൽ നിലനിൽക്കുന്ന സഭകളിൽ നിലനിൽക്കുന്ന വിശ്വാസ സമൂഹങ്ങളിൽ വെച്ച് ഏറ്റവും ആധികാരികതയുള്ളതും ഏറ്റവും പ്രചാരമുള്ളതുമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ സാക്ഷികളാണ്, അല്ലെങ്കിൽ അതിലെ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലായാലും മറ്റുള്ള നമ്മൾ ഇടപെടുന്ന രംഗങ്ങളിലൊക്കെ നമുക്കൊരു ക്രിസ്തീയ സാക്ഷിയായിരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ എന്നുള്ള പുസ്തകത്തിൽ തന്നെ ആ ഒരു പുസ്തകത്തിൻ്റെ 28 അധ്യായങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തു ഇവർക്കിങ്ങനെ ഒരു ഉദ്ബോധനം കൊടുത്ത് സ്വർഗാരോഹണം ചെയ്തു പോയതിനു ശേഷം ഒരു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വരുന്നതും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മൾ കാണുന്നത്.
അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ 2-ാമത്തെ അധ്യായം തീരുന്നതിന് മുന്നേ തന്നെ ഒരൊറ്റ ദിവസത്തെ പ്രസംഗത്തിൽ 3000-ഓളം പേർ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി എന്ന്, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നു, ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലായി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ 3-ാമത്തെ അധ്യായത്തിലായാലും പിന്നീടുള്ള ഭാഗങ്ങളിലെല്ലാം യേശുക്രിസ്തുവിനെക്കുറിച്ച് കേൾക്കുന്നവർ അതിന് യേശുക്രിസ്തുവിനെ പിൻചെല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് പൗലോസിൻ്റെ ഭാഗമൊക്കെ എത്തുമ്പോഴേക്കിന് പൗലോസ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രചാരകനായിട്ട് എത്തുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോൾ പൗലോസ് അന്നുണ്ടായിരുന്ന റോമിലുണ്ടായിരുന്ന എല്ലാ പ്രദേശങ്ങളിൽ കൂടിയും പൗലോസ് യാത്ര ചെയ്യുന്നതായിട്ടും പൗലോസിൻ്റെ 3 മിഷണറി പ്രവർത്തനങ്ങളിൽ കൂടി അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാനായിട്ട് പൗലോസ് ഒരു കാരണമായി തീർന്നു. ക്രിസ്തു വിരോധിയായിട്ട് രംഗപ്രവേശം ചെയ്യുന്ന പൗലോസിനെ യേശുക്രിസ്തു വിളിച്ച് തൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിച്ച് അനേകരുടെ മുൻപിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമായിട്ട് തീരാനായിട്ട് പൗലോസിനെ വിളിക്കുന്ന ദൈവം ആ ഒരു ശുശ്രൂഷയിൽ അങ്ങേയറ്റം വിജയകരമായിട്ട് തന്നെ പോകാനായിട്ട് പൗലോസിനെ ഇടയാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ആ ക്രിസ്തീയ വിശ്വാസികളായിരിക്കുമ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും വളരെ അതിശയം തോന്നും. ഇത്രയും പ്രയാസങ്ങളിൽ കൂടി പൗലോസിൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രയാസങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ തീരെ ചെറിയ ശുശ്രൂഷകളെ, ഇപ്പം എന്നെപ്പോലെയുള്ളവരാണെങ്കിൽ തീരെ വളരെ ചെറിയ, ഇപ്പം എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനാകെ എൻ്റെ സൺഡേ സ്കൂളിലെ 7-8 വിദ്യാർത്ഥികൾ, അത്രയും പേരോടെ സത്യമായിട്ട് പറഞ്ഞാൽ സുവിശേഷം പറയുന്നുള്ളൂ. പക്ഷെ അതിനുപരിയായിട്ട് അനേകരുടെ മുന്നിൽ ഒരു ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് നിൽപ്പാനായിട്ട് കഴിയണമെന്നാണ് എൻ്റെയും ആഗ്രഹം. അപ്പോൾ കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞ സമയത്ത് സാറിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, അതിനുപരിയായിട്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു ക്രിസ്തീയ സമൂഹത്തിൽ, ഒരു നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് അനേകരോട് പറയാനും അതിൽ കൂടി അവരെ ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുത്താനും സാധിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം. പ്രകാരം എൻ്റെ വാക്കുകളിൽ നിന്ന് അടുത്തതായി മിസ്സസ് ബ്യൂല ജോസഫ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമിയിലൊക്കെയും സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പിൻ എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ സ്കോർ കീപ്പേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആദിമ ക്രൈസ്തവ സഭയുടെ ശുശ്രൂഷയ്ക്ക് ആരാധനയിൽ സാക്ഷ്യത്തിനുള്ള പങ്ക് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം. ആധുനിക ക്രൈസ്തവ സഭയിൽ സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ ഏതൊരു സഭയാണോ ആ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത്, ആ സഭ കേവലം നിർജീവമായ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത് ഓരോ ദിവസവും നാം അനുഭവിച്ച്, കാരണം യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾ കണ്ടത്, നിങ്ങൾ തൊട്ടത്, നിങ്ങൾ നോക്കിയതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി അത് നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. അപ്പം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ആ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ ആണ് നാം കണ്ടത്, നാം തൊട്ടത്, നാം അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ് സാക്ഷ്യമായി പ്രസ്താവിക്കേണ്ടത്. എന്നാൽ ഇന്ന് അനേക സഭകളിൽ സാക്ഷ്യത്തിൻ്റെ ഒരു അഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയുള്ള ആ സഭകൾക്ക് ആത്മീയമായിട്ട് വളരുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഞാനൊരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു സഹോദരി വന്ന് അവരുടെ അനുഭവ സാക്ഷിയാണ്, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു നന്മയെക്കുറിച്ച് പറയുവാനിടയായി തീർന്നു. അന്നേരം അവർ പറഞ്ഞു, നല്ല മനോഹരമായിട്ടെന്ന് വെച്ചാൽ ദൈവം അത്രത്തോളം അവരുടെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയാണ് അവരവിടെ സാക്ഷിച്ചത്. അന്നേരം ആ സഹോദരിയുടെ വായിൽ നിന്ന് വരുവാനായിട്ട് കഴിഞ്ഞു, എൻ്റെ മോളെ, എനിക്ക് ഞങ്ങളുടെ സഭയിലൊന്നും ഇങ്ങനെ സാക്ഷ്യം പറയുന്നതിനുള്ള അവസരമില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളാണ് ഞങ്ങളത്
മറ്റുള്ളവരോട് പറയുന്നത്. കാരണം ആ സഹോദരിയുടെ ആ സാക്ഷ്യം മുഖാന്തരം അനേകർ യേശുവിനെ കുറിച്ച് അറിയുവാനിടയായിത്തീർന്നു. പക്ഷേ അവരുടെ സഭയിൽ അതിനുള്ളൊരു അവസരം അവർക്ക് ലഭിക്കുന്നില്ല എന്ന് വളരെയധികം ഭാരത്തോടെ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് നമ്മൾ യേശു കർത്താവിൻ്റെ സഭയിൽ മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന ഏത് സന്ദർഭങ്ങളും അതിനുവേണ്ടി വിനിയോഗിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, അപ്പോസ്തലനായ ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ ഇപ്രകാരം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരുശലേമിലും എല്ലായിടത്തും ശമര്യയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായിത്തീരും. അപ്പം നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികൾ ആയി തീരുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നാം നോക്കുമ്പോഴത്തേക്ക്, നമ്മുടെ ചുറ്റുപാടുകളെ നോക്കുമ്പോഴത്തേക്ക് അനേകർ വിവിധ തരത്തിലുള്ള ഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട്, അവശതകൾ അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ അവരുടെ ഇടയിലേക്കെല്ലാം ഇറങ്ങിച്ചെന്ന് അവരോട് ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിയിപ്പാനായിട്ടും ക്രിസ്തുവിലേക്ക് അവരെ ആകൃഷ്ടരാക്കി തീർക്കുവാനും നമ്മുടെ ഒരു സാക്ഷി അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്ക് അവർക്ക് മതിയായതായിരിക്കും. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അന്ന് ഭയങ്കരമായിട്ടുള്ള ഉണർവുണ്ടായ വർഷങ്ങളായിരുന്നു. 19-ാം നൂറ്റാണ്ട് ആരംഭകാലം നവോത്ഥാന എന്ന് വെച്ചാൽ വലിയ ഉണർവുണ്ടായ ഒരു സന്ദർഭമായിരുന്നു അത്. അന്ന് അനേകർ അവരുടെ സാക്ഷ്യം, അവരുടെ ജീവിതത്തെ, അവരുടെ അനുഭവങ്ങളെ സാക്ഷ്യമായി പ്രസ്താവിച്ചു. പിന്നീടുള്ള അതിൻ്റെ അനന്തര ഫലം എന്ന് പറയുന്നത് അനേകർ യേശു കർത്താവിനെ കുറിച്ച് അറിയുവാനിടയായിത്തീർന്നു, അനേകർ വിശ്വാസത്തിന് അധീനരായി തീരുവാനിടയായിത്തീർന്നു. എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കാലഘട്ടം നോക്കുമ്പോൾ പക്ഷേ അതിന് കുറച്ച് ഇടിവ് വന്നിട്ടുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് പലപ്പോഴും പല സാക്ഷ്യങ്ങൾ നാം കേൾക്കുമ്പോഴത്തേക്ക് അത് അനുഭവങ്ങൾക്ക് പകരം അനുഗ്രഹങ്ങളായി മാറുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹങ്ങൾ മാത്രമല്ല, ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, അത് ഒരു വശം. പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെന്ന്, കാരണം നാം ഇവിടെ നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യമാണ്. നമ്മളെപ്പോലെ എത്രയോ പേർ ദൈവത്തെ അറിയാത്തവരായിട്ട് ജീവിക്കുന്നു, ദൈവത്തെ അറിഞ്ഞവർ തന്നെ പിന്മാറ്റ അവസ്ഥയിലേക്ക് പോകുന്നവരുണ്ട്, പലതരത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ യേശു കർത്താവിൻ്റെ സ്നേഹം നമ്മെ തേടി വന്നത് മുഖാന്തരം നമുക്ക് ഇപ്രകാരം കർത്താവിൻ്റെ സാക്ഷ്യം നിൽക്കുവാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം, ഗ്രഹാം സ്റ്റെയിൽസ് അവർ വിദേശ രാജ്യത്ത് നിന്ന് ഒറീസയുടെ മണ്ണിലേക്ക് കടന്നു വന്നു. എന്തിനു വേണ്ടി വന്നു? കാരണം കുഷ്ഠരോഗികളായ ആളുകളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ, ഒറീസയിലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിഞ്ചു മക്കളായ ഫിലിപ്പിനെയും തീമത്തെയും ആ വാഹനത്തിലിട്ട് ചുട്ടുകരിച്ച് കൊന്നു. പക്ഷേ ആ സഹോദരിയുടെ സാക്ഷ്യം, അതായത് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. കാരണം അത് എനിക്ക് ഇപ്രകാരം നടത്തിയ വ്യക്തികളോട് എനിക്ക് യാതൊരു പകയും എനിക്കില്ല, അവരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഇതെങ്ങനെ അവർക്ക് പറയാനായിട്ട് സാധിച്ചു? കാരണം ആ സാക്ഷ്യം ലോകം മുഴുവൻ കേട്ടതാണ്. കാരണം ഒരു രാജ്യമല്ല കേട്ടത്, ലോകത്തിലെ എല്ലാ വ്യക്തികളും അത് കേട്ടതാണ്. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിലുള്ള ഒരു വ്യക്തിക്ക് അപ്രകാരം പ്രസ്താവിക്കാനായിട്ട് കഴിയും. കാരണം അവരുടെ ആ അനുഭവം, അവരുടെ ആ സാക്ഷ്യം അനേകർക്ക് രൂപാന്തരം വരുത്തിയിട്ടുണ്ടാകും. കാരണം ആ വ്യക്തികളുടെ ജീവിതത്തിൽ തന്നെ, ഇപ്രകാരം പ്രവർത്തിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം രൂപാന്തരം വരുത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അപ്രകാരം വരുത്തിയിട്ടുണ്ട്. കാരണം യേശുകർത്താവിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ക്ഷമിപ്പാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ട് കഴിയൂ. കാരണം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. യേശുകർത്താവ് തൻ്റെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. കാരണം യേശുകർത്താവ് ഏറ്റവും വലിയ സാക്ഷി എന്ന കർത്താവാണ്. കർത്താവിൻ്റെ ക്രൂശിനരികെ നിന്ന്, കാരണം ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരുണ്ടായിരുന്നു, പലതരത്തിൽ യേശുവിനെ ഉപദ്രവിച്ചവരുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലങ്ങളിൽ അവർ കർത്താവിൻ്റെ സാക്ഷികളായി മാറ്റപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു അനുഭവം പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം വസൂരി രോഗം പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ഇടയിൽ പ്രവർത്തിപ്പാനായിട്ട് ഒരു കമ്പൗണ്ടറും അവരുടെ മകളും ഇറങ്ങി തിരിച്ചു. കാരണം അവർ വസൂരി രോഗം എന്ന് പറഞ്ഞാൽ മനുഷ്യർ അവരെ ശുശ്രൂഷിക്കാൻ മടി കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ആ വ്യക്തി തന്നെയാണ്, ആ കമ്പൗണ്ടറും അവരുടെ മകളും അവരെ ശുശ്രൂഷിക്കാനായിട്ട്, അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുവാനായിട്ടൊക്കെ അവർ പകൽ മുഴുവനും അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവർ അധ്വാനിച്ചിരുന്നു. ഒരു ദിവസം പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെ കാണുവാനായിട്ട് അവരുടെ, കാരണം അർദ്ധരാത്രി സമയമായപ്പോഴത്തേക്ക് അവരുടെ റൂമിൽ വെളിച്ചം കണ്ടിട്ട് ആ വ്യക്തി അവിടെ ഭവനത്തിലേക്ക് കടന്നുപോയി. ആ ഭവനത്തിൽ ചെന്ന് അവർ കാണുമ്പോഴത്തേക്ക് പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തി കാണുന്നത് ഈ അപ്പനും മകളും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം തോന്നി. കാരണം അവർ പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് രാത്രിയിൽ അവർ ബൈബിൾ വായിക്കുകയാണ്. അപ്പോൾ ഈ ബൈബിൾ സത്യങ്ങൾ അല്ലെങ്കിൽ ബൈബിളിലെ ആ സ്നേഹമാണ് അവർക്ക് ആ വസൂരി രോഗം ബാധിച്ചവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു മനസ്സ് വന്നത്. അപ്പോൾ അതൊരു സാക്ഷ്യമാണ്. സാക്ഷ്യമെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ആ ശുശ്രൂഷ. കാരണം യേശു കർത്താവ് നമ്മോട് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകുമെന്ന്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്
യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷ്യമുണ്ട്. അപ്പോൾ ഈ ശക്തി വേണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാക്ഷ്യം പ്രസ്താവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. യേശുകർത്താവിൻ്റെ ക്രൂശ് മരണം എൻ്റെ ശിഷ്യന്മാർ കുറച്ച് പേർ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാൽ അവർ ക്രൂശിൻ്റെ വക്താക്കളായി തീർന്നു. അവർ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, യേശുകർത്താവിൻ്റെ സാക്ഷികളായി മാറി. ഇത്രയും പറഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തിലേക്കാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം നിൽപ്പാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ വരും. വിജയ സൈമൺ. ദൈവനാമത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട അധ്യക്ഷനും അതുപോലെ സ്കോർ കീപ്പേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും എന്നെ ശ്രവിക്കുന്ന ദൈവമക്കളായ എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഈ സെഗ്മെൻറ്റിൽ എനിക്ക് സംസാരിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്ന വിഷയം ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സഭയിൽ ക്രിസ്തീയ സാക്ഷ്യത്തിനുള്ള പങ്ക് എന്നുള്ള വിഷയമാണ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. സാക്ഷ്യമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാം കണ്ടതും അല്ലെങ്കിൽ നാം കേട്ടതും. സാക്ഷ്യമെന്ന് പറയിക്കുമ്പോൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ വിഷയങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതാണ് സാക്ഷ്യം. ക്രിസ്തീയ സാക്ഷ്യമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച ദൈവിക വിടുതലുകൾ, ക്രിസ്തുവിൽ നിന്ന് നാം കണ്ട അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നാം ജീവിതത്തിൽ അനുഭവിച്ച നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളുമൊക്കെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതാണ് ക്രിസ്തീയ സാക്ഷ്യം എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ സാക്ഷ്യം ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യം പറയണമെങ്കിൽ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൂടിയേ തീരൂ എന്ന് വചനത്തിൽ നാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. അതായത് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം, നാം അനുഭവിച്ച സാക്ഷ്യം പറയണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നന്മകളെക്കുറിച്ച് പറയണമെങ്കിൽ ദൈവാത്മാവിൻ്റെ നിയന്ത്രണം, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം വേണം. ഉദാഹരണം, പത്രോസ് യേശുവിൻ്റെ ശിഷ്യനായിരുന്നുവെങ്കിലും യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന കാര്യങ്ങളിൽ ആദ്യമൊക്കെ യേശുവിനോട് കൂടെയുള്ള വ്യക്തിയാണോ എന്ന് പോലും പറയാൻ മടിച്ചിരുന്ന പത്രോസ് പിന്നത്തേതിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് ശക്തമായി സുവിശേഷം അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ പത്രോസ് സാക്ഷ്യം പറയുകയാണ്, യേശുവിനെക്കുറിച്ച് കണ്ടത്, യേശുവിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതം, കഷ്ടാനുഭവങ്ങൾ, നിങ്ങൾ ക്രൂശിച്ച ആ യേശുവിനെ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു ഉയർത്തെഴുന്നേറ്റതിന് ഞങ്ങൾ സാക്ഷികൾ, ഞങ്ങളത് കണ്ട സാക്ഷികളാണെന്ന് പത്രോസ് മറ്റ് 11 പേരോടുകൂടെ വലിയ ഒരു കൂട്ടം ആളുകൾ പെസഹ പെരുന്നാളിന് പെന്തക്കോസ്ത് പെരുന്നാളിന് കൂടി വന്ന യഹൂദന്മാരോടും യഹൂദ മത അനുസാരികളുമായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നു കൂടപ്പെട്ട ജനസമൂഹത്തോട് എഴുന്നേറ്റ് നിന്ന് പതറാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പറഞ്ഞ പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. ആ സാക്ഷ്യത്തിൻ്റെ നടുവിൽ, ആ സാക്ഷ്യത്തിൽ 3000-ഓളം പേര് അന്ന് ദൈവത്തെ അറിയുകയും അല്ലെങ്കിൽ യേശുവിനെ അറിഞ്ഞ് യേശുവിങ്കലേക്ക് വന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ സാക്ഷ്യം പറയണം എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. പറയാതെ അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതെ എങ്ങനെയാണ് മറ്റുള്ളവർ അറിയുക? കർത്താവ് നമ്മയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു കമ്മീഷനാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ഗ്രേറ്റ് കമ്മീഷനിലും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പുറപ്പെട്ട് പോകുവീൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പീൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾ ഉപദേശിപ്പീൻ, സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പോൾ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് മറ്റുള്ളവരോട് സാക്ഷ്യം പറയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് സഭകളിലുള്ള സാക്ഷ്യം ഒരു പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്ന് വന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ചെറിയ ചെറിയ സഭകളിൽ ഗ്രൂപ്പുകളിൽ സാക്ഷ്യത്തിനുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോൾ അവൾ സാക്ഷ്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നതല്ല. അതായത് മറ്റുള്ളവർക്ക് ആത്മീക വർധന വരുത്തുന്നതോ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതോ അല്ല എന്നാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത്. ഞങ്ങളുടെ സഭകളിൽ സാക്ഷ്യത്തിനുള്ള അവസരം കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ രോഗത്തിൻ്റെ അവസ്ഥയോ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച കഷ്ടതയുടെ കാര്യങ്ങളോ മാത്രമാണ് പറഞ്ഞിട്ടിരിക്കാറ്. എന്നാൽ നാം പറയുന്ന സാക്ഷ്യം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്നുവോ, അവർക്ക് ആത്മീക വർധന വരുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ശത്രുവിനോട്, അതായത് ദൈവദൂതനും
ദൈവദൂതൻ കൂട്ടാളികളും കൂടെ ശത്രുവിനെ കീഴ്പ്പെടുത്തിയത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും സാക്ഷ്യവചനത്താലും എന്ന് കാണുന്നു. അപ്പം നമ്മുടെ സാക്ഷ്യവചനം കൊണ്ട് പിശാചിനെയും അവരുടെ കൂട്ടരെയും നശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ഇന്ന് പിശാചിൻ്റെ ഇഷ്ടപ്രകാരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. എന്തായാലും യേശുവിനെക്കുറിച്ച് കേൾക്കുവാനോ അല്ലെങ്കിൽ അറിയുവാനോ താല്പര്യമുണ്ടായാലും അവരെ പിൻവലിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ കൂട്ടവുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരു വലിയ സമൂഹത്തെ ഒരു ആയുധം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആയുധമാണ് അവരെ വീണ്ടെടുക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ആയുധമാണ് ഈ സാക്ഷ്യവചനം എന്നുള്ളത്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഭവങ്ങളെ സാക്ഷ്യമായി അവരോട് പറയുമ്പോൾ പിശാചിൻ്റെ പക്കലേക്ക് ഒഴുകിപ്പോകുന്ന അനേകരെ പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം കഴിയുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ നാം മൂടിവെക്കാതെ ദൈവത്തോട് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെയും സഭകളിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ചെന്ന് യേശുവിനെക്കുറിച്ച് സാക്ഷിപ്പാനുള്ള അവസരം നാം വിനിയോഗിക്കുക തന്നെ വേണം. സഭകളിലും അതിനുള്ള സമയം കൊടുക്കണം. പക്ഷേ അതുപോലെ തന്നെ വലിയ വലിയ ഗ്രൂപ്പുകളിൽ ചെന്ന് പറയുവാൻ അവസരം എടുക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ ശമരിയ സ്ത്രീ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയും നമുക്ക് അറിയാം. ആ ശമരിയ പട്ടണം മുഴുവനും നടന്ന് യേശുവിനെ കണ്ടിട്ട് യേശുവിനെ അറിഞ്ഞ ആ സ്ത്രീ പോയി ഞാനൊരു മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ്, ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പട്ടണം മുഴുവനുമായിട്ട് പോയി സാക്ഷീകരിച്ച് അവരെ ദൈവത്തിങ്കിലേക്ക് അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. പിന്നത്തേതിൽ ആ പട്ടണക്കാർ പറയുന്നത്, ഇനി നിൻ്റെ വചനം കൊണ്ടല്ല അല്ലെങ്കിൽ നിൻ്റെ സാക്ഷ്യം കൊണ്ടല്ല ഞങ്ങൾ യേശുവിനെ കണ്ട് ഞങ്ങൾ അനുഭവിച്ചത് കൊണ്ട് ഞങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ സാക്ഷ്യം കൊണ്ട് ആ ഒരു പട്ടണത്തെ വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആധുനിക സഭയിൽ സാക്ഷ്യം ഏറ്റവും വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഈ സാക്ഷ്യം കൊണ്ട് അനേകരെ, നമ്മുടെ ഓരോ ജീവനുള്ള സാക്ഷികൾ, പ്രോത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ കൊണ്ട് അനേകരെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. അതിനു വേണ്ടിയുള്ള സമയം ഓരോ സഭകളിലും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനെ സമയം വേർതിരിച്ച് തന്ന ഈ പ്രത്യേകിച്ച് ഈ ചാനൽ തന്നെ നോക്കിയാൽ എത്രയോ ചാനലുകളാണ് ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് എത്രയോ പണം ചെലവാക്കി എത്രയോ കഷ്ടപ്പെട്ട് എത്ര പേരുടെ അധ്വാനമാണ് ഇങ്ങനെ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സാക്ഷ്യം, അത് ദൈവത്തിന് വേണ്ടി സാക്ഷ്യം പറയുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ ഈ പ്രത്യേക അവസരത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ വോയിസ് ഓഫ് ടൈംസിൻ്റേതായിട്ടുള്ള ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അതിൽ പങ്കെടുത്ത മത്സരാർത്ഥികളുടേതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഇതൊരു പ്രസംഗമാണ്. സാധാരണ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പ്രസംഗം സാധാരണയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ നിങ്ങൾ പ്രസംഗിക്കണം. സാക്ഷികളാണെങ്കിൽ എന്ത് വേണം? സാക്ഷ്യം പ്രസംഗമാണല്ലേ. ഏതൊരവസരത്തിലും എവിടെ ചെന്നിരുന്നാലും കർത്താവിനെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് പറഞ്ഞാൽ പറയാൻ തയ്യാറാണ്. ഇതൊരു ഗ്രൂമിങ് സെഷൻ കൂടിയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ കർത്താവിൻ്റേതായിട്ട് രാജ്യത്തിന് വേണ്ടി കെട്ടുപണിക്കാരായിട്ട് ഓരോരുത്തരും ഒരുക്കുകയാണ്. ഒരു കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നുവെങ്കിലും അതിലൊക്കെ ഉപരിയായിട്ട് ദൈവവചനത്തിലേക്ക് അനേകരെ ആകർഷിക്കുവാനും കർത്താവിലേക്ക് അനേകരെ ആകർഷിക്കുവാനുള്ള വഴികളാണ് നാം തിരയുന്നത്. അനേകരായിട്ട് ഒരുക്കുന്നതിനാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു മത്സരം എന്നുള്ളതിൽ മാർക്കുകൾ തരാതിരിക്കാനും നിവൃത്തിയില്ല. റൈറ്റ്. സോ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഏതൊരു വിഷയം ലഭിച്ചാലും അത് ആത്മീക വിഷയമായിരുന്നാലും ലൗകിക വിഷയമായിരുന്നാലും ഏത് വിഷയമായിരുന്നാലും ഒരു വിഷയം പ്രസംഗിക്കുമ്പോൾ ആ വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗിക്കണം. വിഷയം സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ഉദാഹരണമായിട്ട് നാം ഇവിടുത്തെ വിഷയം വന്നിരുന്നത് ആധുനിക ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആരാധനയിൽ സാക്ഷ്യ ശുശ്രൂഷയുടെ പങ്കെന്നാണ്. അപ്പോൾ റിൻസി ആരംഭിച്ചത് ആധുനിക സമൂഹത്തിൽ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുന്നതാണ്. സമൂഹം വേറെ, സഭ വേറെ. ഉദ്ദേശിച്ചത് ഒന്നായിരിക്കാം. ഇപ്പം അത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നി ഇനി വിഷയം തെറ്റിപ്പോയത്. അപ്പോൾ ക്രൈസ്തവ സഭയുടെ, അപ്പോൾ ആ വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രൈസ്തവ സഭ ഇന്ന് വളരുന്നില്ല, ഉയർന്നില്ല. വാസ്തവത്തിൽ
ഭാരതത്തിൽ താണുകൊണ്ടിരിക്കുകയാണ്. അതായത് 10 വർഷം മുമ്പ് 2.37% ഇപ്പോൾ 2.1 കുറഞ്ഞു പോയിരിക്കുന്നു. വളരെയധികം പ്രയാസങ്ങളുള്ള കാര്യമാണ്. മാത്രമല്ല സഭയുടെ അംഗത്വത്തിൻ്റെ വലിപ്പത്തിലല്ല, ആത്മീയ അനുഭവത്തിൻ്റെ എല്ലാ തലങ്ങളിലും അന്ന് പരാജയപ്പെടുകയാണ്. കാരണം വ്യക്തികൾക്ക് യേശുവിനെ അനുഭവമാക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ അനുഭവമാക്കുന്നവർ അതിനെക്കുറിച്ച് പറയുന്നില്ല എങ്കിൽ മറ്റുള്ളവർക്ക് അതിലേക്ക് വരുവാനും കഴിയുകയില്ല എന്നുള്ള ഒരു ദുരവസ്ഥയിലാണ് ആധുനിക ക്രൈസ്തവ സമൂഹം മൊത്തമായിട്ട് പോകുന്നത്. അതിവിടെയാണെങ്കിലും അമേരിക്കയിലാണെങ്കിലൊക്കെ ഞാൻ കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കണ്ടൻസിൻ്റെ കാര്യം നമ്മുടെ പ്രസംഗ വിഷയത്തെ ആസ്പദമാക്കി പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിശകലനം ആ വിഷയത്തിൻ്റെ പരിധിയിൽ നിൽക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പരപ്പിച്ച് പറയുമെങ്കിലും ഏറ്റവും പരമപ്രധാനമായിട്ട് ആ വിഷയത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഓൾറൈറ്റ് റിൻസി. അപ്പോൾ റിൻസിക്ക് 4.5 മാർക്ക് നൽകുകയാണ്. റൈറ്റ്, 4.5 മാർക്സ് ഫോർ റിൻസി. അത് അടുത്തതായിട്ട് ബ്യൂല ജോസഫാണ്. ഒരുപാട് കണ്ടൻസ് പറഞ്ഞു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഫമ്പിൾ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ചെറിയ ഒരു ബ്ലോക്ക് പോലെ വരിക. ഇതൊക്കെ ഒരു പ്രസംഗത്തിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് നാളെ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ മറ്റൊരിടത്ത് ഇത് പ്രയോജനപ്പെടാനായിട്ടാണ് പറയുന്നത്. അല്ല ഇപ്പം ചുമ്മാ ഇവിടെ വന്നൊരു മാർക്ക് ലഭിക്കുകയോ കുറയുകയോ ചെയ്യുന്നതല്ല. താങ്കൾക്ക് നല്ലൊരു പ്രസംഗ കലയുടെ നല്ലൊരു ഭാവിയുണ്ട്. പക്ഷേങ്കിൽ ഇങ്ങനത്തെ 1-2 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരിക്കലും ഫമ്പിൾ ഉണ്ടാകരുത്. ഫമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പിട്ട് വീണ്ടും ആരംഭിക്കരുത്. ഗ്യാപ്പ് വരരുത്. ഗ്യാപ്പായിട്ട് വന്നെന്ന് പറയുവാൻ സാധ്യമല്ല. എങ്കിൽ പോലും അവിടെ ഒരു കാര്യമുണ്ട്. പിന്നെ പറയുന്ന സംഭവങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മൂർച്ച ഉണ്ടാകണം. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം പറഞ്ഞു. നമ്മൾ ആ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കാര്യം ഈ വിഷയത്തോട് ബന്ധിപ്പിക്കുവാൻ തക്കവണ്ണം പൂർണ്ണമായിട്ട് കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഒരു സംഭവമാണ്. പക്ഷേ ഗ്രഹാം സ്റ്റെയിൻസ് ഭാരതത്തിൽ വന്നാണ് സാക്ഷ്യം. കാരണം ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ദൗത്യമായിട്ടാണ് അദ്ദേഹം വന്നത്. അനേകർക്ക് മാതൃക. അതൊരു വലിയ അനുഭവമാണ്. അത് പൂർണ്ണമായിട്ടും കൊണ്ട് ഫലിപ്പിക്കാനായിട്ട് എന്തോ സമയപരിധിക്കുള്ളിൽ നിർത്തണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഞാനിതെല്ലാം ഡിസക്റ്റ് ചെയ്യുന്നത് നാളെ ഇനിയും വേറൊരു വേദി ചെല്ലുമ്പോൾ തകർക്കാനായിട്ടാണ്. അപ്പോൾ ആർക്കൊന്നും പറയാൻ സാധ്യമല്ല. നല്ല പ്രസംഗം എന്ന് പറയുന്നത് ഒരു കൾട്ടിവേറ്റഡ് സബ്ജക്റ്റാണ്. ഓരോ വേദി കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ പഠിച്ചു വരും. അപ്പോൾ ആദ്യമേ പ്രസംഗത്തിലൊക്കെ കടന്നു പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്നെ ആദ്യമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഹൈസ്കൂളിൽ ഞാൻ ക്ലാസ് പ്രസംഗങ്ങളൊക്കെ നല്ലതായിട്ട് പ്രസംഗിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 12th സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞപ്പം സ്കൂളിൽ പലപ്പോഴും കുട്ടികൾ പല രീതിയിലുള്ള വിദ്യാർത്ഥികളല്ലേ ഉള്ളത്. അപ്പോൾ ഞാൻ പ്രസംഗമൊക്കെ കാണാപ്പാടം പഠിച്ചുകൊണ്ടൊക്കെ പ്രസംഗിക്കുമായിരുന്നു ഇംഗ്ലീഷിലാണ്. അപ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ പിള്ളേരെല്ലാം കൂടെ എൻ്റെ കൂട്ടുകാരെ കൂടെ എന്നെ കളിയാക്കാനായിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്രസംഗത്തിൻ്റെ ആരംഭം അങ്ങ് മറന്നുപോയി. എന്താ പ്രസംഗം തുടങ്ങണ്ടേ? അവസാനം പോക്കറ്റിൽ എൻ്റെ പ്രസംഗം എടുത്ത് പിടിച്ചപ്പോൾ കയ്യിൽ നിന്ന് കടലാസൊക്കെ മറന്നുപോയി. ആകെ ബഹളമായി. അപ്പോൾ പിന്നീട് പ്രസംഗിച്ചത് നോക്കി വായിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊരു തിക്താനുഭവമല്ലേ. പക്ഷേ ഞാനവിടെ വിട്ടുകൊടുത്തില്ല. അതൊരനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ പഠിച്ചു കഴിഞ്ഞ ശേഷമേ പിന്നീട് ഞാൻ പോയി യൂണിവേഴ്സിറ്റി അതെല്ലാം ഓരോ തലങ്ങളിൽ പോകുമ്പോഴും നാം പിന്നെയും വളരുകയാണ്. അപ്പോൾ ഓരോ വേദി പിന്നിടുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസാണ്. അപ്പോൾ അടുത്ത വേദി ചെല്ലുമ്പോൾ റിൻസ് വലിയൊരു പ്രാസംഗികമായിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം ഇവിടെ വരാൻ പോകുന്നത്. അത് നിങ്ങൾ ആരായിരുന്നാലും നമുക്കത് എക്സ്പീരിയൻസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ്. അതുകൊണ്ട് ഞാനിതെല്ലാം വിശദമായിട്ട് പറയുന്നത് ഒരു മത്സരത്തിൻ്റെ മാർക്കിനേക്കാൾ ഉപരിയായിട്ട് ഈ ശുശ്രൂഷ പ്രത്യേകിച്ച് ക്രൈസ്തവ ദൗത്യത്തിൽ നമുക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ആ ദൗത്യത്തിൻ്റെ വാക്താക്കളാക്കി സ്വർഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരായിട്ട് തീർക്കുക എന്നുള്ളത് കൂടിയാണ് വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റേതായിട്ടുള്ള ലക്ഷ്യം. അല്ല ഞങ്ങൾക്ക് വേണ്ടി ഇതൊന്നും നടത്തേണ്ട കാര്യമില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ഈ ക്രിസ്ത്യൻ ഗ്രൗണ്ട് നടത്തുന്നത് എന്ന് പറയുമ്പോൾ എത്രയും പേരെ ആകർഷിക്കാമോ, എത്രയും പേരെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാമോ, എത്രയും പേർക്ക് ഒരു പ്രചോദനം നൽകാമോ, അത് സ്വർഗത്തിലെ ദൈവം കാണുന്ന കാര്യമാണ്. മനുഷ്യരുടെ വിഷയമൊന്നും അപ്രീഷിയേറ്റ് ചെയ്തില്ലായിരിക്കും, ഞങ്ങളുടെ വിഷയമല്ല. പക്ഷേ ഇത് കാണുമ്പോൾ 10,000-കണക്കിന് ആളുകളാണ് ഇത് കാണുന്നത്. ലോകത്തിൻ്റെ എവിടെയെല്ലാം കാണുന്നു, നമുക്കറിയാൻ പറ്റുകയില്ല. ഏതെല്ലാം സ്ഥലങ്ങളിൽ, ഏതെല്ലാം രാജ്യങ്ങളിൽ, ഏതെല്ലാം ഭാഷ ആരൊക്കെ ഇത് കാണുന്നത് നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെയൊക്കെ ആരെയൊക്കെ കർത്താവ് സ്പർശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതൊരവസരം കൊടുക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ആ രീതിയിൽ പറഞ്ഞു. പ്രസംഗത്തിൻ്റെ ടൈം ഓവർ ഷൂട്ട് ചെയ്തു. അത് -മാർക്കാണ് ഇനി വരേണ്ടത്. എങ്കിലും 5 മാർക്സ് ഫോർ ബ്യൂല ജോസഫ്.
ഏത് പ്രസംഗവും നമ്മുടെ വാണിംഗ് ആദ്യത്തെ ബെല്ല് കിട്ടിക്കഴിഞ്ഞാൽ എത്രയെല്ലാം ബാക്കിയുണ്ടെന്ന് പറഞ്ഞാലും 20 സെക്കൻഡ് കൊണ്ട് സംഗതി തീർക്കണം. ഓൾറൈറ്റ്, ഓക്കെ. സാധാരണ നമ്മുടെ സുവിശേഷ പ്രസംഗം പോകുന്നില്ല, ഞാനൊരു പ്രസംഗ മത്സരത്തിൻ്റെ കാര്യങ്ങളായി പറയുന്നു. അവസാനമായിട്ട് വിജയ സൈമൺ സാധാരണഗതിയിലുള്ള രീതിയിൽ നല്ല ഒഴുക്കനെ അങ്ങ് പറഞ്ഞു, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാം ആ രീതിയിൽ തന്നെ. എങ്ങനെയാണ് ഒരു സാക്ഷ്യം, അത് ഒരു വലിയ അവഗാഢമായ പഠനമല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള കാര്യമാണ് സാക്ഷ്യത്തെക്കുറിച്ച്. ശുശ്രൂഷയിലും ബാക്കി എല്ലായിടത്തും എങ്ങനെയാണ് പറയേണ്ടത്, എങ്ങനെയാണെന്നുള്ളൊരു ആ രീതിയിലൊരു ഒഴുക്കായിരുന്നു. ഒരു അവഗാധമായ ഒരു പഠനമൊന്നുമല്ല. പക്ഷേങ്കിൽ അത് സാധാരണക്കാരിലേക്ക് കർത്താവിൻ്റെ ദൗത്യം എങ്ങനെ നമുക്ക് പൂർണ്ണമാക്കാൻ കഴിയുന്നുള്ളതിൻ്റെ ഒരു ചൂണ്ടുപലകയാണ്. വിജയ സൈമണ് 5 മാർക്ക് ലഭിക്കുന്നു, 5.5 മാർക്സ്. അങ്ങനെ നിങ്ങളുടെ പ്രസംഗങ്ങളെല്ലാം നന്നായിരുന്നു. തീർച്ചയായിട്ടും ഇത് കുറ്റങ്ങളല്ല, പിന്നെയോ ഇതൊക്കെ പ്രോത്സാഹനങ്ങളാണ്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് പങ്കെടുത്ത എല്ലാവർക്കും അവർ പ്രസംഗിച്ചില്ലെന്നൊക്കെ പറയുമ്പോഴും ഞാൻ കാണുന്നത് പ്രസംഗത്തിൻ്റെ വലിയൊരു താലന്ത് എല്ലാവരും മറഞ്ഞു കിടപ്പുണ്ട്. പരിശുദ്ധാത്മാവിൽ അതിനെ വളർത്തുവാൻ കഴിയും. അതിനെ പ്രശോഭിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനേകാര്യങ്ങളെ നേടുവാനുള്ള വലിയ കെൽപ്പ് ശക്തി അതിനുണ്ട് എന്നുള്ളതാണ്. പത്രോസ് ആദ്യത്തെ പ്രസംഗം കൊണ്ടാണ് എത്ര പേരെ നേടിയത്? 3000 പേരാണ്. പ്രസംഗത്തിന് തീർക്കാൻ അതിൻ്റേതായിട്ടുള്ള കഴിവുണ്ട്. കർത്താവ് എന്തുമാത്രം പ്രസംഗിച്ചു, പ്രസംഗത്തോടെ പ്രസംഗമായിരുന്നു. എല്ലാ ഊരുകളും നടന്ന് പ്രസംഗിച്ചു. അപ്പം പ്രസംഗത്തിൻ്റെ മാസ്പര ശക്തിയുണ്ട്, ഒരു സംശയമില്ല. ജനങ്ങളെ ആകർഷിക്കുവാനുള്ള വലിയ വലിയ ചരിത്രം തന്നെ പഠിക്കുമ്പോൾ മാർക്കാറ്റിൻ്റെ പ്രസംഗം കൊണ്ടാണ് അന്നത്തെ റോമൻ സാമ്രാജ്യത്തെ തകർക്കുവാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രസംഗത്തെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ കാര്യമാണ്, അതുകൊണ്ടാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഒരു സമയം കിട്ടിയത് ഭയങ്കര സന്തോഷം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സമയം ഞാൻ എവിടെയും എനിക്ക് കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എണീറ്റ് നിന്ന് സംസാരിക്കാനോ അങ്ങനെ പ്രത്യേകിച്ച് നിന്ന് പാടാനോ സാക്ഷ്യം പറയാനോ അതൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇതിൽ ഓരോ സെഗ്മെൻറ്റ് ഇങ്ങനെ വേർതിരിക്കുമ്പോൾ അത് എനിക്ക് വേണ്ടി ആയിരുന്നോ എന്ന് ഞാൻ അത് ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെ ജീവിതത്തിൽ അത് ഭയങ്കര അനുഗ്രഹമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്ന വഴിയിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് വന്ന യാത്രയിൽ സംസാരിക്കാനിടയായി തീർന്നു, പരിചയപ്പെടുത്താനിടയായി തീർന്നു. അപ്പോൾ അങ്ങനെ അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് തീർച്ചയായിട്ടും വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം തന്നെ കർത്താവിൻ്റെ സാക്ഷ്യമാണ്. അനുഭവങ്ങൾ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ അനുഭവമാക്കുക. ഇത്രയും വർഷങ്ങൾ ഞാൻ നടത്തുമ്പോഴും ഒരു പ്രാഥമിക ശുശ്രൂഷയിൽ നിന്ന് പോലും ഞാൻ ദുബായിൽ ആരംഭിക്കുമ്പോൾ ആ പ്രാഥമിക ശുശ്രൂഷയിൽ നിന്ന് പോലും ആരംഭിച്ച ഈ തരത്തിലാണ്. അതിൻ്റെ ഒരു സാക്ഷി കണ്ടുകൊണ്ടിരിക്കുന്ന വിജയ് സാറ വിജയലക്ഷ്മി ആയിരുന്നു. അങ്ങനെ ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് വിജയ് സാറയായിട്ട് മാറി ഇവിടെ വന്നു പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബൈബിൾ മ്യൂസിയത്തിൻ്റേതായിട്ടുള്ള മാനേജറായിട്ട് പ്രവർത്തിക്കാൻ. എന്തിനെന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഈ ഘടകങ്ങളൊക്കെ പാടാനും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും ഒക്കെ ഉള്ള എല്ലാം ശുശ്രൂഷയിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലും വളർത്തിയിട്ടുള്ളത്. അത് വലിയൊരു കാര്യമാണ്. കാരണം നിങ്ങൾ മറ്റുള്ളിടത്തോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു വലിയ മെമ്പർഷിപ്പിൻ്റെ വലുപ്പമല്ല, പിന്നെയോ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരായിട്ട് തീരണം. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും ശുശ്രൂഷകളും അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കും അതൊരു പ്രയോജനമായി എന്നറിയുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റൈറ്റ്, ഇനി ടോട്ടൽ സ്കോർ കാർഡ് പ്ലീസ്. യെസ്, പ്ലീസ് ഗിവ് ദ ഫൈനൽ score card. The first prize goes to Mrs. Beulah Joseph with 28 marks. Yeah, first prize goes to Mrs. Beulah Joseph, 28 marks. And the second prize shared by Mrs. Rinsi Shibu and Mrs. Vijaya Simon, 13.5. Mrs. Rinsi Shibuവും വിജയ സൈമണായിട്ടൊരു ടൈ ആണ്. പക്ഷേ ബോംബ് ഉപയോഗിക്കാൻ സാധ്യമല്ല. കാരണം 3 പേരും ഒരുപോലെ ടൈ വന്നെങ്കിലേ ബോംബ് ഉപയോഗിക്കാൻ സാധ്യമായുള്ളൂ. സോ 2 സെക്കൻഡ് പ്രൈസസ് എത്ര മാർക്കായിരുന്നു? 13 marks. ഡെഫിനറ്റ്ലി is the chance for the next stage. All right, all the best. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സമ്മാനം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ശുശ്രൂഷയുടെ പങ്കാളിത്തം കർത്താവിനെ കൂടുതൽ സാക്ഷിപ്പാനും ദൈവവചനത്തിൻ്റെ മഹത്വത്തിനും അതിൻ്റെ മഹിമയ്ക്കുമായി പ്രവർത്തിപ്പാനും ഞങ്ങളെ കൂടുതൽ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇത് അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.